ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റാൻഡേർഡ് 6 അരിത്തമെറ്റിക് ഓഫ് പാർട്സ് ആണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അരിത്തമെറ്റിക് ഓഫ് പാർട്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയൊക്കെ തോന്നാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഈ പാഠഭാഗം മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ചെയ്തത്? അതിനെ 8 ഭാഗങ്ങളാക്കി മാറ്റി. ഇനി എന്താ ചെയ്യുന്നത്? ഇതിന്റെ 3 ഭാഗങ്ങൾക്ക് ഞാൻ നിറം നൽകുകയാണ്. ഒരു വൃത്തത്തിന്റെ 8ൽ 3 ഭാഗത്തിന് നിറം കൊടുത്തു എന്ന് പറയാൻ കഴിയും. ഇതിനെ ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ 3/8 എന്ന് എഴുതാം. അടുത്തതായിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ 2 ഭാഗങ്ങൾക്ക് കൂടെ നിറം കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ എഴുതാം 2ൽ 8 ഭാഗം. അതിനാണ് നമ്മളിപ്പോൾ നിറം കൊടുത്തത്. അപ്പോൾ ഈ 2 ഭാഗങ്ങളും കൂട്ടിയാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ചിത്രത്തിൽ നോക്കിയാൽ അറിയാം 8ൽ 5 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാണ് നമുക്ക് കിട്ടേണ്ടത്? 5/8 എന്നായിരിക്കും. അങ്ങനെയാണ് 2 ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടുന്നത്. അത് നമുക്കിവിടെ എഴുതാം 3 + 2 / 8 = 5/8. 2 ഫ്രാക്ഷനുകൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇനി ചിത്രത്തിന്റെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്ന് ചെയ്തു നോക്കാം. 5/9 + 3/9 എങ്ങനെ കൂട്ടാൻ കഴിയും? 5 + 3 / 9 = 8/9 എന്ന് എഴുതാം. അതേപോലെ തന്നെ 3/4 + 2/4 എങ്ങനെ കൂട്ടാം? 3 + 2 / 4 = 5/4. അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇത് ഒന്നാമത്തെ വൃത്തമാണ്, ഇത് രണ്ടാമത്തെ വൃത്തമാണ്. ഈ 2 വൃത്തങ്ങളിലെയും നിറം കൊടുത്ത ഭാഗങ്ങൾ നമുക്ക് കൂട്ടാം. ആകെ വൃത്തത്തിൽ എത്ര പാർട്ടുകൾ ഉണ്ടെന്ന് നോക്കും അല്ലേ? ഇവിടെ 8 ഭാഗങ്ങളാണ് ഉള്ളത്. 2/8 എന്ന് എഴുതാം. അപ്പോൾ ഈ ചിത്രവുമായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. ഇവിടെ എത്ര ഭാഗങ്ങളുണ്ട്? 8 ഭാഗങ്ങളാണുള്ളത്. അതിൽ 3 ഭാഗങ്ങൾക്കാണ് നിറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3/8. ഈ 2 ഭാഗങ്ങൾ തമ്മിലാണ് നമ്മൾ കൂട്ടുന്നത്. ആൻസർ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? ഇവിടെ നോക്കാം, 8 ഭാഗങ്ങൾ തന്നെയാണ്. അതിൽ 2 ഭാഗങ്ങൾ ചേർത്ത് വെക്കുകയാണ്. നിറം കൊടുത്ത 2 ഭാഗങ്ങൾ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. 5/8 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 2 + 3 / 8 = 5/8 എന്ന് എഴുതിയത്. അടുത്തതായിട്ട് ഈ 2 ചിത്രങ്ങളിലെ കളർ കൊടുത്ത ഭാഗമാണ് നമുക്ക് കൂട്ടേണ്ടത്. ഈ ചിത്രങ്ങൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? നമുക്കൊന്ന് നോക്കാം. ഇതിൽ എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? 1, 2, 3, 4 ഭാഗങ്ങളുണ്ട്. ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ നമുക്ക് 2/4 എന്ന് എഴുതാം. പിന്നീട് ഈ ചിത്രവുമായിട്ടാണ് കൂട്ടേണ്ടത്. ഇവിടെ എത്ര ഭാഗങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ഭാഗങ്ങളുണ്ട്. 2/8 എന്നാണ് എഴുതേണ്ടത്. ഈ 2 ഭാഗങ്ങൾ തമ്മിൽ നമുക്ക് കൂട്ടാൻ കഴിയുമോ? കഴിയില്ല. കാരണം ഇതിന്റെ ഭാഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. മുമ്പ് നമ്മൾ എങ്ങനെയാണ് കൂട്ടിയത്? 2/8 + 4/8 ആയിരുന്നു. ഇവിടെ 8 ഭാഗങ്ങളായി വിഭജിച്ച 2 വൃത്തത്തിലെ കളർ ചെയ്ത ഭാഗങ്ങളാണ് കൂട്ടിയത്. അത് നേരിട്ട് കൂട്ടാമായിരുന്നു. 6/8 എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു വൃത്തം 4ൽ 2 ഭാഗമാണ് വരുന്നത്, മറ്റൊരു വൃത്തം 8ൽ 2 ഭാഗമാണ് വരുന്നത്. ഇതിന് നമുക്ക് മറ്റൊരു രീതിയിൽ കൂട്ടുവാൻ കഴിയും. എപ്പോഴും ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ്, ഡിനോമിനേറ്ററുകൾ ഡിഫറെന്റ് ആയിട്ട് വരുന്ന 2 ഫ്രാക്ഷനുകളെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൂട്ടുവാൻ കഴിയില്ല. നമുക്കിത് ഒന്നുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. എങ്ങനെയാണ്? ഇവിടെ കൂട്ടേണ്ടത് ഇവ തമ്മിലാണ്. എന്താണ്? 2/4 + 2/8. ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ ഡിനോമിനേറ്ററുകളെ നമുക്ക് ഒരു ഡിനോമിനേറ്റർ ആയിട്ട് മാറ്റണം. അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആദ്യത്തെ വൃത്തം പരിശോധിക്കാം. ഈ ഒരു വൃത്തം പരിശോധിക്കാം. അതിനെ ഞാൻ എന്താണ് ചെറുതായിട്ടൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. എങ്ങനെയാണ് മാറ്റി വരച്ചത്? നോക്കാം. 8 ഭാഗങ്ങളാക്കി ഇതിനെ മാറ്റുകയാണ്. 8 ഭാഗങ്ങളാക്കി മാറ്റിയപ്പോൾ നിറം കൊടുത്ത ഭാഗം എത്രയായിട്ട് മാറി? 4 ആയിട്ട് മാറി. നോക്കാം. ആദ്യത്തെ ഫ്രാക്ഷൻ എന്താണ്? 2/4 ആയിരുന്നു അല്ലേ? 8 ഭാഗങ്ങളെ അത് ഡിവൈഡ് ചെയ്തപ്പോൾ 4/8 ആയി മാറി. അങ്ങനെ നമ്മൾ മാറ്റിയതാണ്. 4/8 ആയി മാറിക്കഴിഞ്ഞാൽ നമുക്കിതിനെ എളുപ്പത്തിൽ കൂട്ടാൻ കഴിയും അല്ലേ? 4/8 + 2/8 എന്ന് ചെയ്യാം. 2 ചിത്രങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഒന്ന് 8 ഭാഗമായതുകൊണ്ട് രണ്ടാമത്തേതിനെ നമ്മൾ 8 ഭാഗമായി മാറ്റി. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ എന്താണ് ചെയ്തതെന്ന് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ എത്രയാണ്? 2/4 ആയിരുന്നു അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിനോമിനേറ്റർ 8 ആക്കാൻ വേണ്ടി താഴെ 4നെ 2 കൊണ്ട് ഗുണിക്കുന്നു. അതേപോലെ തന്നെ മുകളിലും 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഇത് എത്രയായിട്ട് മാറി? 4/8 ആയിട്ട് മാറി. അത് തന്നെയാണ് ഈ ചിത്രത്തിലും നമുക്ക് ലഭിക്കുന്നത്. ചിത്രത്തിന്റെ സഹായത്തോടു കൂടി ചെയ്തപ്പോൾ ആദ്യത്തെ വൃത്തത്തിനെ 8 ഭാഗമാക്കി മാറ്റിയപ്പോൾ 4 ഭാഗം കളർ കൊടുത്തതായിട്ട് നമുക്ക് കിട്ടി. ഇപ്പോൾ ഈ ഫ്രാക്ഷനുകൾ തമ്മിൽ നമുക്ക് കൂട്ടുവാൻ കഴിയും. 4 + 2 6, 6/8 എന്ന് കിട്ടും.
6/8 നമുക്ക് വീണ്ടും ചെറുതാക്കി എഴുതാൻ കഴിയും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടുന്നത്. മുകളിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ താഴെ 4 × 2 8 4 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3/4 ആയിരിക്കും. ഇവിടെ 4/8നെയും 2/8നെയും തമ്മിൽ കൂട്ടിയപ്പോൾ ആൻസർ എങ്ങനെ 3/4 വന്നു എന്നൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ആ ഒരു സംശയത്തിന് കൂടെ നമുക്ക് ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്? ഒരു വൃത്തത്തിന്റെ 4 ഭാഗങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം? വൃത്തത്തിന്റെ പകുതി ഭാഗമാണ്. ഈ 2 ഭാഗങ്ങൾ കൂടി ചേർത്താൽ പകുതി ഭാഗമാണ് വരുന്നത്. ഈ വൃത്തത്തിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 8 ഭാഗമാക്കി മാറ്റുകയാണ്. ഇവിടെ 8 ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും അതൊരു ചിത്രത്തിന്റെ പകുതി ഭാഗം തന്നെയാണ് ഇവിടെ വരുന്നത്. യഥാർത്ഥത്തിൽ ഈ 2 ചിത്രങ്ങൾ ഒന്ന് തന്നെയാണ്. ഒരു വൃത്തത്തിലെ പകുതി ഭാഗമാണ് മുകളിലും താഴെയും വരുന്നത്. അങ്ങനെയാകുമ്പോൾ 2/4 എന്ന് പറഞ്ഞാലും 4/8 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ഇവ രണ്ടും തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയത് 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. അതേ ഭാഗം തന്നെ ഇവിടെയും കൂട്ടിച്ചേർക്കുകയാണെന്ന് കരുതുക. രണ്ടാമത്തെ വൃത്തത്തിൽ 8ൽ 6 ഭാഗമായി മാറുമ്പോൾ ആദ്യത്തെ വൃത്തത്തിൽ അത് എത്രയായിട്ട് മാറും? 4ൽ 3 ഭാഗമായിട്ട് മാറും. ഇതിന്റെ ചെറിയ രൂപമാണ് 3/4. ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് 1-2 കണക്കുകൾ ചെയ്തു നോക്കാം. 2/4 പ്ലസ് 1/4. ഇവിടെ നമുക്ക് എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? 2 പ്ലസ് 1/4 എന്ന് എഴുതാം. ആൻസർ കിട്ടുന്നത് 3/4 ആണ്. അടുത്ത കേസ് എന്താണ് നമ്മൾ പഠിച്ചത്? 3/8 പ്ലസ് 1/4. ഇവിടെ എന്താണ്? ഡിനോമിനേറ്ററുകൾ എന്താണ്? ഡിഫറെന്റ് ആണ്. അത് നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി 4നെ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. ആൻസർ എന്തായിരിക്കും കിട്ടുന്നത്? 3/8 പ്ലസ് 2/8 എന്ത് കിട്ടും? 5/8 എന്ന് കിട്ടും. മറ്റൊരു കണക്ക് നോക്കാം. 2/5 പ്ലസ് 1/3. അപ്പോൾ വ്യത്യസ്തമായ ഡിനോമിനേറ്റർ ആണ് വരുന്നത്. അതിനെ സെയിം ആക്കണം. മുകളിലുള്ള കേസിൽ എന്താണ്? ഇവിടെ ഡിനോമിനേറ്റർ 8 ആണ് വരുന്നത്. 4 വരുമ്പോൾ നമുക്ക് 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടെ 5ഉം 3ഉമാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ സെയിം ആയിട്ടുള്ള ഒരു ഡിനോമിനേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നോക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് 5ന്റെ ഗുണനപ്പട്ടിക എഴുതി നോക്കുകയാണ്. 5ന്റെ ഗുണനപ്പട്ടിക എന്ന് പറയുമ്പോൾ 5, 10, 15, 20 എന്നിങ്ങനെ പോകും അല്ലെ? 3ന്റെ ഗുണനപ്പട്ടിക എഴുതുമ്പോഴോ 3, 6, 9, 12, 15 എന്നിങ്ങനെയാണ് കിട്ടുന്നത്. ഇവിടെ പൊതുവായിട്ടുള്ള ഒരു ഗുണിതം വരുന്നത് എന്താണ്? 15 ആണ്. നമുക്ക് നോക്കാം. 5നെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 15 കിട്ടിയത്. താഴെയാണെങ്കിലോ 3നെ 5 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 15 കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 5നെ 3 കൊണ്ട് ഗുണിക്കണം. താഴെ 3 കൊണ്ട് ഗുണിച്ചാൽ മുകളിലും 3 കൊണ്ട് ഗുണിക്കണം. അതേപോലെ തന്നെ ഇവിടെ 5 കൊണ്ട് ഗുണിക്കുക. താഴെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിലും 5 കൊണ്ട് ഗുണിക്കണം. ഇവിടെ ആൻസർ കിട്ടുന്നത് എന്താണ്? 3 × 2 6. താഴെ എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. പ്ലസ് 5/15. ഇപ്പോഴെന്താണ്? ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് കിട്ടി. ന്യൂമറേറ്ററുകളെ തമ്മിൽ കൂട്ടാൻ കഴിയും. എന്താണ്? 6 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 15 എന്ന് എഴുതാൻ കഴിയും. അടുത്ത ചോദ്യം ഇതാണ്. 2/3 പ്ലസ് 4/6. ഇവിടെ എന്താണ്? 3ഉം 6ഉമാണ് ഡിനോമിനേറ്റർ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? രണ്ടിനെയും ഒരേ ഡിനോമിനേറ്റർ ആക്കി മാറ്റണം. ഇവിടെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് 3ന്റെയും 6ന്റെയും ഗുണിതങ്ങൾ എഴുതി നോക്കിയതിന് ശേഷം അതിന്റെ പൊതുഗുണിതം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. 2 × 3 6, അതേപോലെ തന്നെ 1 × 6 അത് ഒരു പൊതുഗുണിതമായിട്ട് കിട്ടി. അടുത്തത് ഏതാണ്? 4 × 3 12, 6 × 2 12. ഒന്നിലധികം പൊതുഗുണിതങ്ങൾ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ 6 × 3 18 വരുന്നുണ്ട്. 3 × 6 18 വരുന്നുണ്ട്. പിന്നെ ഇതാണ് വരുന്നത് 8 × 3 24, 4 × 6 24. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ്. അതായത് 2 × 3 6, 1 × 6 6. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് എഴുതേണ്ടത്? 3നെ 2 ഗുണിച്ചപ്പോഴാണ് 6 കിട്ടിയത്. അപ്പോൾ ഇവിടെ 3 × 2 ചെയ്യണം. 2 താഴെ ഗുണിക്കുമ്പോൾ മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. പിന്നെ 6 എന്താണ്? ഏറ്റവും ചെറിയ പൊതുഗുണിതമായിട്ട് വരുന്നത് 1 × 6 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ × 1 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 2 × 2 4 വരും. 2 × 3 6 കിട്ടും. പ്ലസ് 4/6. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 4 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാം. ആൻസർ കിട്ടുന്നത് 8/6 ആണ്. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ 8 വെട്ടിയിട്ട് 4 എഴുതാം, 6 വെട്ടിയിട്ട് 3 എഴുതാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ് 4/3. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്.
ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി രണ്ട് ഡിനോമിനേറ്ററിന്റെയും പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറുതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുട്ടികളുടെ അറിവിലേക്കായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം. പൊതുഗുണിതം കാണാതെ നമുക്ക് ഈ ഫ്രാക്ഷനുകളെ തമ്മിൽ കൂട്ടുവാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2/3 പ്ലസ് 4/6 ആണ്. 3നെ 4 കൊണ്ട് ഗുണിക്കുക. നമുക്കിവിടെ ഈക്വൽ ടു ഇടാം. 3 ഇൻറ്റു 4 എന്താണ് വരുന്നത്? 12 ആണ്. പ്ലസ് 6 ഇൻറ്റു 2 എന്താണ് വരുന്നത്? 12 ആണ്. ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 6 എത്രയാണ്? 18. ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ 12 പ്ലസ് 12 എന്താണ് വരുന്നത്? 24 ആണ്. 24/18 എന്ന് കിട്ടും. 24/18നെ നമുക്ക് ചെറുതാക്കാം. ആദ്യമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. എന്താണ്? 12 ഇൻറ്റു 2 24 ആണ്. 2 ഇൻറ്റു 9 18 ആണ്. അപ്പൊ ഇതെന്ത് ചെയ്യാം? ഇതിനെ വെട്ടിയിട്ട് നമുക്ക് 12 എഴുതാം. ഇവിടെ നമുക്ക് 9 എഴുതാം. ഇതിന് വീണ്ടും ചെറുതാക്കാൻ കഴിയില്ലേ? ചെറുതാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ചെറുതാക്കാൻ കഴിയുന്നത്? 3 കൊണ്ടാണ്. 4 ഇൻറ്റു 3 12 വരുന്നത്. 3 ഇൻറ്റു 3 ആണ് 9 വരുന്നത്. അപ്പൊ നമുക്കിവിടെ എന്താണ്? 9നെ വെട്ടിയിട്ട് 3 എഴുതാം. 12നെ വെട്ടിയിട്ട് 4 എഴുതാം. നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 4/3 ആണ്. ഇത് തന്നെയാണ് പൊതുഗുണിതം കൊണ്ട് നമ്മൾ ചെയ്തപ്പോഴും കിട്ടിയ ആൻസർ. കുട്ടികൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 2ാം പാർട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.